ഹായ്, കുറച്ച് മണ്ണ് ട്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൽ 2 മുളക് ചെടി നടാം. വീഡിയോയിലോട്ട് പോവാം. ഇതിൽ ചേർത്തേക്കുന്ന എന്തൊക്കെയാണെന്നറിയോ? 250 ഗ്രാം ഡോളമൈറ്റ്, പിന്നെ 250 ഗ്രാമോളം വരുന്ന എല്ലുപൊടി ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം വേപ്പിൻ പുണ്ണാക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഡോളമൈറ്റ് ചേർത്തിട്ടുണ്ട്. കുറച്ച് കുമ്മായത്തിന് പകരമാണ്. അങ്ങനെ ഞാൻ ട്രീറ്റ് ചെയ്തിട്ടേക്കുന്ന 7 ദിവസമായിട്ടുള്ള മണ്ണാണ്. ഞാനിത് കുറച്ച് ഇതിലേക്ക് നിറച്ച് വെച്ചിട്ടുണ്ട്. കുറച്ചെടുത്തിട്ട് 3 ചട്ടികളിലേക്ക് ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ 3 ചട്ടിയിലേക്ക് നിറച്ച് വെച്ചിട്ട് ഞാൻ കുറച്ച് ഉണക്കക്കരിയിലിട്ട് കൊടുക്കാൻ പോകുന്നത് കുറച്ച് മതി. ഒരുപാട് നിറച്ച് മണ്ണിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് പിന്നീട് ആവശ്യാനുസരണം അതിൻ്റെ വളം ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. വളമൊന്നും ചെയ്യാതെ ഇപ്പോൾ എല്ലാം ഉണ്ടാവും എന്നൊക്കെ പറയണ വെറുതെയാണ്. അങ്ങനെ ഒന്നും ഉണ്ടാകത്തൊന്നുമില്ല. ആവശ്യത്തിനുള്ള വളം കൊടുത്തേ പറ്റൂ. അപ്പോൾ ഇത്രയും ഞാൻ ഇട്ടിട്ടുണ്ട്. കുറച്ച് കരിയിൽ ഇത്ര ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇതിൽ നിന്ന് കുറച്ച് ആവശ്യത്തിന് കുറച്ച് പൊടി ഇതിൽ നിന്നെടുത്ത് ചേർത്ത് കൊടുക്കുക. കാര്യം ഞാൻ പറയാൻ മറന്നു കേട്ടോ. എന്താണെന്നറിയോ? ഞാൻ നല്ല ചാണകപ്പൊടിക്ക് പകരം അതുപോലെ പൊടിഞ്ഞു വന്നിട്ടുള്ള ആട്ടിൻ കാഷ്ടം ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനത് പറയാൻ മറന്നു. അതായത് മണ്ണോടൊപ്പം നല്ല ഇതായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ മണ്ണിന് ഇത്തിരി പ്രശ്നമുള്ളതാണ്. കാര്യം മണ്ണ് കിട്ടാനില്ല, ഒരുതരം കട്ടി കൂടിയ മണ്ണാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൽ ഈ ആട്ടിൻ കാട്ടം നല്ല പൊടിയായത് ചേർത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ചാണകപ്പൊടി കൊണ്ട് ചേർക്കാം. കോഴിവളവും വെള്ളം ചേർത്ത് നന്നായിട്ട് ട്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിലേക്ക് തൈ നടാം. ഞാനിപ്പോൾ എടുത്ത് വെച്ചേക്കുന്ന ഒരു നീലമുളകും ഒരു വെള്ള മുളക്, അതായത് നല്ല ഉണ്ടമുളകിൻ്റെ എരിയുള്ള മുളകിൻ്റെ തൈകളാണ്. അതാണ് ഞാനിപ്പോൾ ഇതിൽ നട്ട് കൊടുക്കാൻ പോകുന്നത്. കണ്ടില്ലേ? ഞാനിപ്പോൾ ഇത് 2 നട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നീട് വളങ്ങൾ കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ നട്ട് വെച്ചിട്ടുള്ള വേറൊരു മുളക് ചെടി കാണിച്ചു തരാം. ഇതാണ്ടോ, കേടൊന്നുമില്ലാതെ ഞാൻ തറയിൽ നട്ട് വെച്ചേക്കുന്ന ഒരു മുളക് ചെടിയാണിത്. ഇവൾ മുട്ടിടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇടയിൽ ശ്രദ്ധിച്ചാൽ കാണാം. ഇതാണ്ട, നല്ല ശ്രദ്ധയോടെ നോക്കിയെടുത്ത ഒരു മുളക് ചെടിയാണിത്. ഇതുപോലെ തന്നെ നിങ്ങൾക്കും ചെയ്യാം. ഇതിൽ ഞാൻ ഉണ്ടാക്കിയ പോട്ടിംഗ് മിക്സിലേക്ക് ഞാൻ 2 വഴുതനയുടെ തൈകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. നീല കളർ വഴുതനയാണ്. അപ്പോൾ ഇതിൻ്റെ വളർച്ച ഞാൻ പിന്നീട് കാണിച്ചു തരാം.